ചക്കക്കുരു മസാല ഇതുപോലെ ഉണ്ടാക്കിയാൽ ഇതിൻ്റെ രുചി വേറെ ലെവലാണ് കേട്ടോ. ചോറ് കഴിക്കാൻ വേറൊരു കറിയും വേണ്ട. ഈ കറി കൂട്ടി ചോറ് കഴിച്ചാൽ എത്ര കഴിച്ചാലും മതിയാകില്ല. കറിയുടെ രുചി കാരണം കറി മാത്രം കഴിച്ച് പാത്രം കാലിയാകും. അപ്പോൾ ഈ ചക്കക്കുരു മസാല കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ 500 ഗ്രാം ചക്കക്കുരു തൊലി കളഞ്ഞ് അതിൻ്റെ ചവരൊക്കെ കുറച്ച് കളഞ്ഞെടുത്തിട്ടുണ്ട്. ചവര് കളയാതെ കഴിക്കണമെന്നാണ് പറയുന്നത്. ഇതിൻ്റെ ചവരിലാണ് കൂടുതൽ പോഷകാംശങ്ങൾ അടങ്ങിയിരിക്കുന്നത്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ആൻറ്റി ഓക്സിഡൻ്റൊക്കെ ഇതിൻ്റെ ചവരിലാണ് കൂടുതൽ അടങ്ങിയിരിക്കുന്നത്. വയറ് പ്രശ്നങ്ങളുള്ളവർക്ക് ചവര് നന്നായിട്ട് കളഞ്ഞിട്ട് എടുക്കുക. ഞാനിവിടെ കുറച്ച് ചവരൊക്കെ കളഞ്ഞിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കണം. നീളത്തിലോ അല്ലെങ്കിൽ വട്ടത്തിലോ അരിഞ്ഞെടുക്കാം. ഞാൻ ഇതുപോലെയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അതൊരു കുക്കറിലാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് വേവിക്കാനുള്ള വെള്ളവും കൂടി ചേർക്കാം. കുരുവിൻ്റെ ഒപ്പമാണ് വെള്ളം ഇതിന് വെക്കേണ്ടത് കേട്ടോ. ഒരു സെമി ഗ്രേവിയിലുള്ള ഒരു കറിയാണ് നമ്മൾ വെക്കുന്നത്. അതുകൊണ്ട് കഷ്ണങ്ങളുടെ ഒപ്പം നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിക്കണം. ഇനി കുക്കർ അടച്ച് ഒന്ന് ലോക്ക് ചെയ്യാം. കുക്കർ അടച്ച് ലോക്ക് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ചക്കക്കുരു വേകുന്ന സമയം കൊണ്ട് നമുക്കിതിൽ മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി കുഴിവുള്ള ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ചതച്ച വെളുത്തുള്ളി 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇളക്കി കൊടുത്തൊന്ന് ചൂടാക്കാം. വെളുത്തുള്ളി ചൂടായ മണം വരുമ്പോൾ ഇതിലേക്ക് വട്ടത്തിൽ നേരിയതായി കട്ട് ചെയ്ത പച്ചമുളക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടി ഒന്ന് ഇളക്കി കൊടുത്ത് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ചൂടാക്കാം. ഇതിലേക്ക് ഇനി പൊടിയായി അരിഞ്ഞ 2 മീഡിയം വലിപ്പത്തിലുള്ള സവാള ചേർത്ത് കൊടുക്കാം. സവാളയ്ക്ക് പകരം ചെറുള്ളിയും വട്ടത്തിലരിഞ്ഞ് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്യാം. സവാളയൊക്കെ നിറം മാറി തുടങ്ങുന്നത് വരെ മീഡിയം ഹീറ്റിൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ സവാളയുടെ നിറമൊക്കെ മാറി തുടങ്ങി ഫ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. സ്റ്റൗ ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും മസാലപ്പൊടികളാണ് നമുക്കിതിലേക്ക് ചേർക്കാൻ വേണ്ടത്. എരിവിനനുസരിച്ച് നമുക്കിതിൻ്റെ അളവ് കുറക്കാം. നല്ല എരിവ് വേണമെന്നുള്ളവർക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ സാധാരണ മുളക് പൊടിയും ചേർക്കാം. പിന്നെ ഈ മസാലയ്ക്ക് വേണ്ട അല്പം ഉപ്പും കൂടി ചേർത്തിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്യാം. മസാലപ്പൊടികളുടെ പച്ചക്കൊത്തൊക്കെ മാറിക്കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു വെള്ളത്തോടുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിൽ തന്നെ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഗ്രേവിയൊക്കെ ഇനി ലോ ഫ്ലെയിമിൽ ഒന്ന് വറ്റി വരണം. പെട്ടെന്ന് ഹൈ ഫ്ലെയിമിലോട്ടാക്കി കുക്ക് ചെയ്യരുത്. നേരിയ തീയിൽ ഇത് നല്ലതുപോലെ കുറുകി വരണത് വരെ ഒരു 5 മിനിറ്റ് മൂടി വെച്ച് നമുക്ക് വേവിക്കാം. 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും തുറന്നാൽ ഇതുപോലെയാണ് ഇരിക്കുന്നത്. ഗ്രേവിയൊക്കെ നല്ല കുറുകി വന്നിട്ടുണ്ട്. ഈ ഗ്രേവിക്ക് ഇത്രയും ലൂസ് വേണം, അല്ലെങ്കിൽ തണുത്ത് കഴിയുമ്പോൾ ഒത്തിരി ഡ്രൈ ആയി പോകും. ഇതൊരു സെമി ഗ്രേവി ആയിട്ടുള്ളൊരു കറിയാണ്. വളരെ ടേസ്റ്റിയാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ സൂപ്പറായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ഇത്. ഇപ്പോൾ ചക്കക്കുരുവിൻ്റെ സീസൺ ആയി വരുന്നതേ ഉള്ളൂ. മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആണ്, പക്ഷെ കുറച്ച് വില കൂടുതലാണെന്ന് മാത്രം. 1 മാസമൊക്കെ കഴിയുമ്പോഴേക്കും ചക്കക്കുരു ധാരാളമായിട്ട് കടയിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.